ടു മൈ യൂട്യൂബ് ചാനൽ പേജ്. അപ്പം ഇന്ന് നമ്മൾ സൺബേണിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ കണ്ടന്റ് ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചാണ് നിങ്ങൾ കേൾക്കുന്ന ഈ മഴക്കാലത്ത് സൺബേൺ അടിച്ചത്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ അടിച്ചതല്ല, നമ്മുടെ ഈ സമ്മറിൽ അടിച്ചതായിരുന്നു. അതും എനിക്ക് കുട്ടിക്കാലത്ത് ആയിരുന്നപ്പോൾ അടിച്ചതായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അത് റിക്കവർ ആവാനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് സൺബേൺ അടിച്ചപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഒന്നും എനിക്ക് അവൈലബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് വീഡിയോ ആണെങ്കിൽ കുറേ പേർക്ക് അത് ബെനിഫിറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എനിക്ക് സൺബേൺ അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഡ് ഏപ്രിലാണ് എനിക്ക് സൺബേൺ അടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മെസ് ഹാളിലോട്ട് പോയപ്പോൾ വെയിലടിച്ചു. കുടയൊന്നും ഇല്ലായിരുന്നു, സൺസ്ക്രീൻ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. അന്ന് അത്രയും വെയിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചാണ്, ഞാൻ സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. അപ്പം എനിക്ക് വെയിലടിച്ചപ്പം ജസ്റ്റ് എന്തോ പെട്ടെന്ന് ഒരു തീരൊന്ന് അടിക്കുമ്പോൾ നമുക്ക് കരിയുന്ന പോലെ തോന്നത്തില്ലേ? അപ്പോൾ എനിക്ക് അതുപോലെ ജസ്റ്റ് ഒന്ന് കരിയുന്ന പോലെ ഒന്ന് പെട്ടെന്ന് എന്തോ ഫീൽ ചെയ്തു. ഒരു ചെറിയൊരു ചൊറിച്ചിലും അത്ര എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ചെറിയൊരു ചൂടും ചെറിയൊരു ചൊറിച്ചിലും മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പറയാൻ പറഞ്ഞത് എനിക്ക് ഫേസിലാണ് സൺബേൺ അടിച്ചത്. അപ്പം അത്ര എനിക്ക് തോന്നിയുള്ളൂ, മുഖത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാത്രി ഉറങ്ങി എണീറ്റ് രാത്രിയിലും ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കാത്തതാണോ എന്നും അറിയത്തില്ല. ചെറിയ പിങ്ക് വരുന്നതിനൊന്നും ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. രാവിലെ എത്തിയപ്പോൾ ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ ഒരു പിങ്ക് കളറിൽ എനിക്ക് ഇച്ചിരി സ്വെല്ലിങ് പോലെ പൊങ്ങി ഇച്ചിരി വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് അത്യാവശ്യം ഒരു നീളം ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു എനിക്ക് അടിച്ചിരുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം കുറച്ച് ഒരു നല്ല നീളത്തിൽ ഇങ്ങനെ പൊങ്ങി ഒരു പിങ്ക് കളർ എന്തൊരു സംഭവം വന്നു. അപ്പം പിമ്പിളല്ല, ആക്നെയല്ല, എന്താണെന്ന് മനസ്സിലാവുന്നുമില്ല. അപ്പോഴാണ് ഞാൻ ഇന്നലത്തെ നടന്ന സംഭവം ആലോചിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി സൺബേൺ ആയിരുന്നു എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് അന്ന് പിന്നെ ഞാൻ ഉടനെ യൂട്യൂബിലൊക്കെ ഇതുപോലെ സെർച്ച് ചെയ്തു സൺബേൺ സൊല്യൂഷൻസ്, സൺബേൺ റെമഡീസ്, ഹോം റെമഡീസ്. അന്ന് എനിക്ക് എക്സാം ടൈമും കൂടെയായിരുന്നു. സോ എനിക്ക് പുറത്ത് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പുറത്തങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു, ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം എനിക്കൊരു സൊല്യൂഷൻ കിട്ടി. അപ്പം ഞാനത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ഫ്രണ്ടിനെ വിട്ട് വാങ്ങിപ്പിച്ചു. എന്നിട്ട് അത് ഒരു ഉച്ചയായപ്പോഴത്തേനും ഞാനത് തേച്ചു. രാവിലെ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അത് ഞാനിപ്പോൾ ഫോട്ടോയിൽ കാണിക്കാം. അത് ഇതുപോലെയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഈ മരുന്ന് ഞാൻ തേച്ചു. ആ തേച്ച് കഴിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേനും ഇതാണ്, ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണിക്കാം, ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അതൊന്ന് മുറിവ് കരിയുന്ന പോലെ ആയിട്ട്, മുറിവൊന്നും ഇല്ലായിരുന്നു മാർക്കത്തിൽ. ഈ മരുന്ന് നമ്മൾ ചെന്നപ്പോഴത്തേനും അതൊന്ന് മുറിവ് കരിയുന്ന പോലെ പെട്ടെന്ന് കരിയാൻ തുടങ്ങി, പെട്ടെന്ന് ഹീലിങ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് മരുന്ന് പറയുന്നത് ലാക്ടോകലാമിനാണ്. എല്ലാവർക്കും അറിയാം ലാക്ടോകലാമിൻ്റെ ബെനിഫിറ്റ്. എന്താ പറയുക, നമ്മൾ തലവേദന വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയോ പനിയോ തുമ്മലോ ജലദോഷം വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്ന പോലെയാണ് സ്കിന്നിൻ്റെ ലാക്ടോകലാമിൻ. എനിക്ക് തോന്നുന്നത് ലാക്ടോകലാമിൻ സ്കിന്നിൻ്റെ ഒരു 90% പ്രോബ്ലംസിനും ലാക്ടോകലാമിനാണ് സൊല്യൂഷൻ. മോയ്സ്ചറൈസറായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതായിട്ടുള്ള ഒരു സംഭവമാണ് ലാക്ടോകലാമിൻ. അപ്പം ഞാൻ ലാക്ടോകലാമിൻ യൂസ് ചെയ്തു. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹീലിംഗ് ഒരു ജേർണി ഞാൻ കാണിച്ചു തരാം ഓരോ ദിവസത്തെ. ഒരു ലെസ് ദാൻ 10 days കൊണ്ട് ഞാനിത് ഫുൾ റിക്കവറായി. ആ പാടെ പോയി കരിഞ്ഞ് മുറിവ് പോലെ ആയിപ്പോയി. ആരും വിശ്വസിക്കത്തില്ലായിരുന്നു ഇത് സൺബേൺ ആണെന്ന്, ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ഇത് മുറിവാണോ, ഇതിന് എവിടെ ഇടിച്ചതല്ലേ, അങ്ങനെയൊക്കെയായിരുന്നു പറയുന്നത്. അപ്പോൾ എന്താ പറയുക,
ഒരു ലെസ് ദാൻ 10 ഡേയ്സിനുള്ളിൽ ഇത് റിക്കവർ. ഞാൻ ഇത് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം ലൈക്ക് ആക്നെ ആണെങ്കിലോ അല്ലെങ്കിൽ എന്ത് സ്കിൻ പ്രോബ്ലം ആണെങ്കിലും 90% സ്കിൻ പ്രോബ്ലംസിനും ഒറ്റ സൊല്യൂഷനെ ഉള്ളൂ ലാക്ടോഗ്ലാം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കിത് വർക്ക് ചെയ്തു. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പല സ്കിൻ ടൈപ്പും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കിത് 100% റിസൾട്ട് തന്നൊരു സാധനമാണ് ഈ ലാക്ടോഗ്ലാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പോകാനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൺബേൺ അടിച്ചു കഴിയുമ്പം ഫസ്റ്റ് പ്രൈമറി ആയിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.